അതായത് ശനിയുടെ ഗ്രഹമാറ്റത്തിൽ അടുത്തതായിട്ട് വരുന്നത് ഗുണകരമായിട്ട് വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുകയാണെങ്കിൽ ചിത്രിയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന തുലാരാശിക്കാർക്ക് 6ാം ഇടത്തേക്കാണ് ശനി മാറുന്നത്. വളരെ യഥാർത്ഥപരമായിട്ടും വളരെ ഗുണകരമായിട്ടുമുള്ള ഒരു 6ാമത്തെ സ്ഥാനമാണ് ശനിക്ക് സുഖാനുഭവങ്ങൾ തരുന്ന രാശി തുലാരാശിക്കാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള സ്ഥിതിയാണ്. അതായത് 6ാം ഭാവത്തിലേക്ക് ശനി അനുകൂല സ്ഥിതിയിൽ വരുന്ന സമയത്ത് അവരുടെ ഭാവി ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയുന്നത്. കടബാധയിൽ നിന്നെല്ലാം പുഷ്പന്മാർ കരകയറി വരുവാനുള്ള സാധ്യതയുണ്ട്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം വെട്ടിമാറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു വനത്തിൽ കൂടി നടക്കുമ്പോൾ വഴിയില്ലെങ്കിൽ കയ്യിലൊരു ആയുധം ഉണ്ടെങ്കിൽ അതിനെല്ലാം വെട്ടിമാറ്റിയിട്ട് വഴി ഉണ്ടാക്കി പോകുന്ന ഒരു മാർഗമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നല്ല മേൽക്കോയ്മ വരുവാനുള്ള സാധ്യതയുണ്ട്, ഉയർച്ചകൾ വരുവാനുള്ള സാധ്യതയുണ്ട്, പ്രശസ്തി നേടുവാനുള്ള സാധ്യതയുണ്ട്, അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, അധികാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, വാഹനയോഗങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്, ഭവനയോഗങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്, ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത ഏത് ഭാഗ്യം ആയിക്കോട്ടെ, ചിലപ്പോൾ ബിസിനസ് ഭാഗ്യമാവാം, ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാരിതോഷികം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തതിൻ്റെ ഭാഗ്യാനുഭവത്താൽ അവർ അറിഞ്ഞു കൊടുക്കുന്ന ധനമാവാം ഭാഗ്യം എന്ന് പറയാം. അങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വരും. തൊഴിലിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വൻ മാറ്റങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ തൊഴിൽ സ്ഥാന കയറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും അപ്രതീക്ഷിതപരമായിട്ടുള്ള പെട്ടെന്നുള്ള തീരുമാനമായിരിക്കും എന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനികളിൽ വിദേശ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വിദേശത്തേക്ക് ജോലി ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഈ തുലാരാശിക്കാർക്ക് കാണുന്നുണ്ട്. ഇനി വിദേശ ജോലി ആഗ്രഹിച്ച് നടക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാര്യസാഫല്യം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് തുലാരാശിക്കാർക്ക്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇവർക്ക് വരുന്നത്. കർമ്മസ്ഥാനം വളരെ പുരോഗമനപരമായിരിക്കും. അത് ബിസിനസ് ആയിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, സ്വയം തൊഴിലായിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, അവർക്ക് വന്നിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് വെച്ചടി ഉയരം എന്ന് പറയുന്നില്ല. അതായത് അവരെന്ത് ചെയ്യുന്നു അത് വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഫലത്തായി മാറും എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ, അവർ പറയുന്ന വാക്കുകളിൽ അച്ചട്ടായിട്ട് ഫലിക്കുന്നവർ, അച്ചട്ടായിട്ട് പറഞ്ഞാൽ സത്യമായിരിക്കുന്നു പറയാം. അതുപോലെ ഓരോ ഡോക്ടർമാരും ചികിത്സിച്ച് കഴിഞ്ഞ് ഇന്നതാണ് അസുഖം എന്ന് ഏകദേശം ഊഹാപോഹം പറയുകയാണെങ്കിൽ അതന്നെയായിരിക്കും അസുഖം. അതേമാതിരി തന്നെ ഡോക്ടർമാർ ഏതെങ്കിലും അസുഖം ബാധിച്ചവരെ കൊണ്ടുവന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവും. കാരണം ആ രാശിയുടെ ഫലമാണത്. ആ രാശിയുടെ ഫലമാണ്, ആ അനുഗ്രഹീതപരമായിട്ടുള്ള ഫലമാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലവർക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ നക്ഷത്രം വിശാഖമാണ് എന്നാണ് കേട്ടറിവുള്ളത്. ആൾക്ക് വയസ്സ് 73 74 ഒക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ആരോഗ്യം വളരെ ഗുണകരമായിരിക്കും. ഇനിയും പ്രശസ്തി നേടുവാനുള്ള സാധ്യതയുണ്ട്. പ്രശസ്തിയും മാത്രമല്ല, അംഗീകാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും, യൗവനം കൂടുവാനുള്ള സാധ്യതയും ആരോഗ്യനില തൃപ്തി വരുവാനുള്ള സാധ്യതയെല്ലാം കൂടുതൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ കുടുംബപരമായിട്ട് നല്ല ഗുണമേന്മയുണ്ടാവും. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല സ്വരച്ചേർച്ചയുണ്ടാവും. നമ്മളൊരു കൂട്ടായ്മയാണ്, നമ്മുടെ കുടുംബം ഒരു കൂട്ടായ്മയാണെന്നുള്ള ചിന്ത ഉണ്ടാവും. ബന്ധു സമൂഹങ്ങളായിട്ട് അനുയോജ്യപരമായിട്ടും വളരെ സൗമ്യപരമായിട്ടും പെരുമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ തീർച്ചയായിട്ടും ഈ ശനിയുടെ രാശിമാറ്റത്തോടുകൂടി നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമാണ്.
അതിൽ ഗുണമേന്മയുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റീൽ സംബന്ധമായിട്ടും അതുപോലെ തന്നെ എഞ്ചിനീയർ സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടുള്ള ഇതും പൈലറ്റ് സംബന്ധമായിട്ടുള്ളതും വിമാനത്താവള സംബന്ധമായിട്ടുള്ളതും 2 വീലർ തൊട്ട് വൻ വാഹനങ്ങൾ വരെയുള്ള വാഹനങ്ങളുടെ ഇതായിട്ടും അതിൽ പ്രവർത്തിക്കുന്ന മെക്കാനിക്കലാണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഹൈടെക് വർക്കേഴ്സ് ആണെങ്കിലും ടെക്നോളജികൾ ചെയ്യുന്നവരാണെങ്കിലും അവർക്കെല്ലാം വലിയ നേട്ടങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാം, അപ്രത്യക്ഷപരമായിട്ട് പലതും സംഭവിക്കാനുള്ള യോഗങ്ങൾ ഇവർക്കുണ്ട്. ഗവൺമെൻറ് ജോലിക്ക് വളരെ സാധ്യത കൂടുതലുള്ള സാധ്യതയാണ്. കുറച്ച് മാർക്ക് കുറവാണെങ്കിലും ചിലപ്പോൾ അത്ഭുതകരമായിട്ട് അവർക്ക് ലിസ്റ്റിൽ പേര് വന്ന് പെട്ടെന്ന് ജോലി കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സാധ്യത ഫലവത്തായിട്ട് വരും എന്നൊരു യാതൊരുവിധ സംശയം ഇല്ലാതാനും. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയായിക്കോട്ടെ, അലോപ്പതി സംബന്ധമായിട്ടുള്ള ആയുർവേദ സംബന്ധമായിട്ടുള്ള ഹോമിയോപ്പതി സംബന്ധമായിട്ടുള്ള മൊത്തത്തിൽ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മരുന്ന് സംബന്ധമായിട്ടുള്ള മേഖലകൾ, രോഗസംബന്ധമായിട്ടുള്ള മേഖലകളിൽ അവർ വിജയം കൈവരിക്കുമെന്നാണ് പറയുന്നത്. ആരോഗ്യം വളരെ കുറഞ്ഞവരെല്ലാം ആരോഗ്യവതിമാരും ആരോഗ്യവന്മാരും ആയിത്തീരും. ശരീരപുഷ്ടി ഉണ്ടാവും. മനസമാധാനം കിട്ടിയാലേ ശരീരപുഷ്ടി വരുള്ളൂ. വെറുതെ 3 നേരം 4 നേരം ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. മനസമാധാനം ഇല്ലെങ്കിൽ അത് ദഹിക്കില്ല എന്നാണ് പറയുന്നത്, കാണില്ല. അതുണ്ടാവും. ശരീരവർദ്ധനവുണ്ടാവും, ശരീരപുഷ്ടി ഉണ്ടാവും, തേജസ് ഉണ്ടാവും. തേജസ് പറഞ്ഞാൽ മുഖത്തിന് കാന്തി, പ്രകാശം ഉണ്ടാവും എന്നാണ് പറയുന്നത്. സൂര്യപ്രഭ മുഖത്ത് തെളിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന ലെവലിൽ ഉള്ള ഒരു ലെവലാണ് കാണുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാൻ ഇവരിനെ കൊണ്ട് പറ്റും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. വിദേശ ബിസിനസ് വേണോ, വിദേശ യാത്ര വേണോ, എല്ലാം സാധിക്കും. പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുവാനുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതും ദൂരദേശ യാത്രകളുണ്ട്. വിദേശ യാത്രാ പാക്കേജ് ഉള്ള ടൂർ വിഭാഗങ്ങളിൽ ടൂറിൽ പോകാനുള്ള കാര്യങ്ങളും കുടുംബത്തോടുകൂടി ടൂർ പോകാനുള്ളത്, യാത്ര പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കുമുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളവരാണ്, ടെക്നോളജിക്കൽ സംബന്ധമായിട്ടുള്ള ഗവേഷണ സംബന്ധമായി ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗവേഷണ സംബന്ധമായിട്ടുള്ള ഇത്, അതായത് റോക്കറ്റ് വിക്ഷേപണം, അതുപോലെ തന്നെ ഗ്രഹസംബന്ധമായിട്ടുള്ള വീക്ഷണം, അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം പ്രത്യേകപരമായിട്ടുള്ളൊരു കഴിവ് കിട്ടുവാനും അതിൽ വിജയിക്കുവാനുള്ള സാധ്യത ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്നുള്ള ഉയർച്ചകളും പെട്ടെന്നുള്ള മാർഗങ്ങളും യാതൊരുവിധ അർഹതയും അല്ലെങ്കിൽ മനസ്സുപോലും വിചാരിക്കാത്ത കാര്യങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു നായക വേഷമോ അല്ലെങ്കിൽ ഒരു അതിഥി വേഷമോ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന വേഷമോ എല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയുടെ രാശിമാറ്റം കൊണ്ട് വളരെ വളരെ പ്രധാന അർഹിക്കുന്നതാണ്. കാരണം 2 വർഷം 4 മാസം കൂടുമ്പോഴാണ് ആ ഗ്രഹം മാറുന്നത്. അത് കാരണം തന്നെയാണ് ശനിമാറ്റത്തെ എല്ലാവരും ഭീഷണത്തോട് കാണുന്നത്. പലരും ശനിയുടെ രാശിമാറ്റം ഏകദേശം 6 മാസം മുമ്പ് 7 മാസം മുമ്പ് കിട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സമയം ഒരുപാട് കിടക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇടാൻ കാരണം വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും കോപ്പി അടിയില്ല എന്നുള്ളത് സത്യമാണ്. കോപ്പി അടി വെച്ചാൽ അവരെന്തോ പറഞ്ഞോട്ടെ, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ ബുദ്ധിപ്രകാരം ഗണിച്ച് ഏത് ലഗ്നമാണ് ഉദിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആലോചിച്ച് അത് ആർക്കെല്ലാം ഗുണം ചെയ്യും, ആർക്കെല്ലാം ദോഷം ചെയ്യും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇത് സത്യസന്ധമായിട്ടുള്ള വാക്കാണ് കേട്ടോളൂ, അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്, എൻ്റെ ഒരു ബുദ്ധിയിൽ വരുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തുലാരാശിക്കാർക്ക് എല്ലാം കൊണ്ടും ഗുണകരമായിട്ടുള്ള ഒരു രാശിമാറ്റം തന്നെയാണ് ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത്. കുംഭൻ രാശിയിൽ മൂലക്ഷേത്രത്തിൽ നിന്നിരുന്ന ശനിയാണ് ഇപ്പോൾ ആ ക്ഷേത്രം വിട്ട് സ്വക്ഷേത്രത്തിലായിരുന്നു ഒരിക്കൽ. പിന്നെ അത് മൂലക്ഷേത്രത്തിൽ കുറച്ചുകൂടി ബലവാനായി വന്നു. ഇപ്പോൾ ബലം കുറഞ്ഞിട്ട് ആണ് മീനൻ രാശിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അവിടെ മീനൻ രാശിയിൽ ബലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതികളിൽ എല്ലാം വന്നിട്ട് ശനിക്ക് വളരെ ഗുണകരമായിട്ട് ഉണ്ടാവും എന്നുള്ള പറയുന്നത്.
അപ്പോൾ ശനിയുടെ ഭാവം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിര്യാണകാരക, രോഗകാരക, എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ രോഗത്തിന് ശമനം ഉണ്ടാവും. രോഗം വർദ്ധിച്ചു കിടക്കുന്നവർക്ക്, സ്ട്രോക്ക് അങ്ങനെയുള്ളവർക്ക് വന്നവർക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയാത്തവർക്ക് നടക്കാൻ പറ്റും, ചികിത്സ കൊണ്ട് മരുന്ന് ഫലം കാണും, എണീറ്റ് നടക്കാൻ പറ്റും, പഴയതുപോലെ ആകാൻ പറ്റും എന്നുള്ളതെല്ലാം ഇതിൽ തെളിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു വിവാഹത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് സ്വപ്നതുല്യമായിട്ടുള്ളൊരു ഭവനം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്നാണ്. പിന്നെ പല ആൾക്കാർക്കും കൊടുത്ത പൈസ, പണം തിരിച്ചു കിട്ടാതെ വലം തിരിഞ്ഞ് നടക്കുന്നവർക്കെല്ലാം അപ്രത്യക്ഷപരമായിട്ട് പണം കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോട്ടറി ടിക്കറ്റാണ്. ലോട്ടറി ടിക്കറ്റിനുള്ള ഭാഗ്യം ഈ തുലാരാശിക്കാർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. അതിപ്പോൾ സാധാരണ ലോട്ടറി ആണെങ്കിലും ബമ്പർ ലോട്ടറി ആണെങ്കിലും അടിക്കാനുള്ള സാഹചര്യം 100-ൽ പറഞ്ഞത് 120% ആൾക്കാർക്കും ഈ രാശിക്കാർക്ക് കിട്ടുവാനുള്ള യോഗം ഉണ്ട് എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാഗ്യവശാൽ ധനയോഗത്തിന് സാധ്യതയുണ്ട്. ഭാര്യ ഭർത്ത ബന്ധം ഐക്യത ഉണ്ടാവും. പിരിഞ്ഞു പോയിരിക്കുന്ന ദമ്പതികൾ ഒന്നാവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതായത് പിരിഞ്ഞു പോയിരിക്കുന്ന ഡൈവേഴ്സിൻ്റെ അറ്റത്ത് നിൽക്കുന്നവർ വീണ്ടും മനസ്സ് മാറി ഒരുമിച്ച് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതു ദമ്പതികൾക്ക് ആഘോഷകരമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന് തന്നെ പറയാം. കേസ് വഴക്കുകളിൽ പെട്ട് വലഞ്ഞിരിക്കുന്നവർക്കെല്ലാം അനുകൂല ഫലമായിട്ടുള്ള വിധി വന്നു ചേരും. PSC ലിസ്റ്റിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കാനായി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുവാനുള്ള സാധ്യത, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കുവാനുള്ള സാധ്യത, എൻട്രൻസ് പലവിധ എൻട്രൻസ് ഉണ്ടല്ലോ, എഞ്ചിനീയർ ആണെങ്കിലും സിവിലാണെങ്കിലും അങ്ങനെ പല ഇതിലും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. മൊത്തം വിജയ സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ തുലാരാശിക്കാർക്ക് വളരെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു രാശിമാറ്റം തന്നെയാണ് ശനിയുടെ രാശിമാറ്റം. ഇവർക്ക് ഈ പറയുന്ന വാക്കുകളെല്ലാം, ഞാൻ പറയുന്ന വാക്കുകളെല്ലാം സത്യമായിട്ട് ഫലത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.